തുമ്പാട് എന്നുള്ള ഒറ്റ സിനിമയിലൂടെ ഫേമസ് ആയിട്ടുള്ള സോഹം ഷാ എന്ന നടന്റെ പുതിയ ഹിന്ദി സിനിമയായിട്ടുള്ള ക്രേസി എന്നുള്ള സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പണ്ടത്തെ ചങ്ങരൻ തെങ്ങുമ്മേ തന്നെ എന്ന് പറഞ്ഞ പോലെയാണ് PVR ഫോറം മോളുടെ അവസ്ഥ. ഇന്നും കണ്ടന്റ് തെറ്റായിട്ടാണ് ഇട്ടിരുന്നത്, തെറ്റായ സ്ക്രീനിൽ. ഈ സിനിമ ഒരു സ്കോപ്പ് റേഷ്യോ മൂവിയായിരുന്നു. അതുകൊണ്ട് ഇട്ട് എവിടെയാണെന്നറിയാമോ? സ്ക്രീൻ 6 ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിൽ. മുകളിലും അടിയിലും ബ്ലാക്ക് ബാർസ് ഉണ്ടായിരുന്നു. നല്ല ശോകമായിരുന്നു. ഇവർ എന്നാ ഇനി ഇത് തിരുത്താൻ പോകുന്നത് എനിക്ക് മനസ്സിലാവണില്ല. എപ്പോൾ ചെന്നാലും കണ്ടന്റ് മിസ്മാനേജ്മെൻറ്റാണ്. സംബഡി ഷുഡ് സീരിയസ്ലി മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ഹൗ പെത്തറ്റിക് ഇറ്റ് ഈസ് ടു വാച്ച് ബ്ലാക്ക് ബാർസ്, അതും വെൻ യു ഹാവ് 5 ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻസ്. ഇത് എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ ഫ്ലാറ്റ് റേഷ്യോ സിനിമ കാണാൻ പോയപ്പോൾ അത് സ്കോപ്പ് റേഷ്യോ സ്ക്രീനിലിട്ടേച്ച്, ഇന്നിപ്പോൾ അതേ സ്കോപ്പ് റേഷ്യോ പടം കാണാൻ പോയപ്പോൾ ഫ്ലാറ്റ് റേഷ്യോയിൽ ഇട്ടേക്കണം. എനിക്ക് തന്നെ എനിക്ക് നാണം കിട്ടും പറഞ്ഞ് ഇത് കേൾക്കണം. നിനക്കൊന്നും ഒരു നാണയില്ല. എനിക്കതാണ് മനസ്സിലാവാത്തത്. കോണ്ടന്റ് മാനേജ് ചെയ്യണ ഏതവനാടാ? ശോകം തന്നെയാണ് സത്യം പറയാല. മടുത്ത് മനുഷ്യൻ ഇത് പറഞ്ഞ് എനിക്കേ തന്നെ മടുത്ത് ഭ്രാന്ത് പിടിക്കും. വേറെ നിവർത്തിയില്ലല്ലോ. ഈ സിനിമ വേറൊരു നല്ല തിയേറ്ററിൽ വേറെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. വേറെ ഒരു നല്ല തിയേറ്ററിലും ഈ സിനിമ ഇല്ല. ഉള്ളതാണെങ്കിൽ നല്ല ഊത്ത കുറച്ച് തിയേറ്റേഴ്സിലാണ്. അതുകൊണ്ട് അവിടെ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ലേസർ പ്രൊഫഷനുള്ള ഇവിടെ ചെന്ന് കാണുക. അപ്പോൾ ഇതാണ് അവസ്ഥ. ഈ ഒന്നെങ്കിൽ സൈഡിൽ ബ്ലാക്ക് വര അല്ലെങ്കിൽ മോളൊടിയും ബ്ലാക്ക് വര കാണേണ്ട അവസ്ഥയാണ്. ഇതിനും വലിയൊരു വെറുപ്പിക്കൽ പറയില്ല. ഇതിങ്ങനെ പറഞ്ഞ് എനിക്ക് തന്നെ ഉളുപ്പ് വഞ്ഞാണ്. ഇത് കേൾക്കണ ഇവന്മാർക്ക് ഉളുപ്പില്ലെന്ന് ഞാൻ വിചാരിക്കണത്. മടുത്തടേ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തൊന്ന് ശരിയാക്കത്. ഹൗ ഹാർഡ് ഇസ് ഇറ്റ് ടു മാനേജ് ദ റൈറ്റ് കണ്ടന്റ് ഓൺ ദ റൈറ്റ് സ്ക്രീൻ? എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ സ്ക്രീൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് 5 ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ ഉണ്ട്. എന്നിട്ട് ഇത് എങ്ങനെ മിസ്മാച്ച് ആവുന്നു? എങ്ങനെ മിക്സപ്പ് ചെയ്യണം? ഓൾറെഡി 3D ഗ്ലാസ് മിക്സപ്പ്, ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് എന്ത് വാടക ഈ കാണിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ മര്യാദക്ക് നല്ല രീതിയിൽ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് പോയാൽ കൊച്ചിയിലെ ബെസ്റ്റ് തിയേറ്റർ ആവേണ്ട ഒരു വെന്യൂ ആണ് ഈ കിടന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള ആലോചിക്കുമ്പോഴാണ് ഭ്രാന്ത് പിടിക്കുന്നത്. CRAZXY ഞാൻ അങ്ങനെ ഈ സിനിമേനെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയുള്ളൂ. കാരണം ഇത് ഞാൻ എങ്ങനെയെങ്കിലും കറക്റ്റായിട്ട് ഉച്ചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് പോകും. ഈ അടുത്ത് മലയാളത്തിലും ഹിന്ദിയിലൊക്കെ വന്നിട്ടുള്ള ഒരു ട്രെൻഡാണ്. സിനിമയുടെ പേര് നമുക്കൊരു സംഭവം വായിക്കാൻ തരും, എന്നിട്ട് സിനിമ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്കത് വേറെ രീതി വായിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സംഭവം ഈ സിനിമയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പേര് സ്പെല്ല് ചെയ്തത്. എന്തായാലും സോഹം ഷാ അറിയാത്തവർ വളരെ കുറവായിരിക്കും. അറിയാത്തവർക്കായിട്ട് പറയാം, തുമ്പാട് എന്നുള്ള ഒരു വേറെ ലെവൽ സിനിമയുടെ നായകൻ ഇതിലെ മെയിൻ ലീഡാണ്. ആ ഒറ്റ പേരുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു സ്ക്രീൻ റൈറ്ററായിട്ട് കുറേ നാൾ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. ആളുടെ പേര് ഗിരീഷ് കോഹ്ലി എന്നാണ്. പുള്ളീനെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മോമിൻ്റെയൊക്കെ സ്ക്രീൻ റൈറ്ററാണ്. അതുപോലെ തന്നെ സിനിമയുടെ ഒറ്റ ട്രെയിലർ പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോഹം ഷാ എന്നുള്ളൊരു പേര് മാത്രം മതിയായിരുന്നു എനിക്ക് ഈ സിനിമ കാണാൻ. സിനിമ കാണാൻ കയറിയിരുന്ന് സിനിമ തുടങ്ങി കഴിയുമ്പോഴാണ് എന്നെ ഞെട്ടിച്ച ഒരു കാര്യം ഉണ്ടായത്. ഈ സിനിമയിൽ നായികയായിട്ട് 2 പേരാണുള്ളത്. ഒന്ന് നമ്മുടെ ശില്പ ശുക്ല, നമ്മുടെ നിങ്ങൾ BA പാസ് എന്നുള്ള സിനിമ മിക്ക ആൺപിള്ളേരും കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിലുള്ള നടി. ഇതൊക്കെ കൂടാതെ ചക് ദേ ഇന്ത്യ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിലും പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മുടെ സലാറിൻ്റെ ടീസറിൽ മറ്റേ T-Rex എന്ന് പറഞ്ഞിട്ട് ഡൈനോസോർ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് പറഞ്ഞിട്ടുള്ള മച്ചാൻ ടിനു ആനന്ദ്. ഇതൊക്കെ കൂടാതെ ഞെട്ടിച്ച ആൾ ഇവരാരുമല്ല, നിമിഷ സജയനാണ് ഇതിനകത്തുള്ള ഒരു ലീഡ് ആക്ട്രസ്. പക്ഷേ ഇവരെല്ലാവരും വോയിസും ഫോട്ടോ പ്രസൻസിലാണ് ഈ സിനിമയിൽ ആക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. വോയിസ് ആക്ടിങ്ങും ഫോട്ടോ പ്രസൻസിലും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ നമ്മൾ ആകെ കാണുന്നത് 2 ക്യാരക്ടേഴ്സിനെയാണ്. നായകൻ സ്ഥാനത്തുള്ള സോഹം ഷാൻ്റെ ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അഭിമന്യു സൂദ് എന്നാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഇതിലെ വില്ലനാണ്, അത് ലാസ്റ്റാണ് വില്ലനായിട്ടുള്ള ക്യാരക്ടർ. ഇവർ 2 പേരും മാത്രമേ നമ്മൾ ആകെ ഈ സിനിമയിൽ കാണുന്നുള്ളൂ.
ഐവൻ ലോക്ക് എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ബറീഡ് എന്നുള്ള ഇംഗ്ലീഷ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഈ സിനിമയ്ക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. 127 hours. ഭൂരിഭാഗം സമയവും അല്ലെങ്കിൽ മുഴുവൻ സിനിമയിൽ ഒറ്റൊരു ക്യാരക്ടറെ നമ്മൾ കാണുള്ളൂ. ബാക്കി എല്ലാവരും വോയിസ് പ്രസൻസിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സിനിമ ഓർമ്മ വരും, എലോൺ. അത് ഞാനിവിടെ പറയുന്നില്ല, അതറിയാമല്ലോ അവസ്ഥ എന്താണെന്നുള്ള. അപ്പോൾ അതിനകത്ത് പൃഥ്വിരാജും മഞ്ജു വാര്യറൊക്കെ വോയിസിലൂടെ അഭിനയിച്ച പോലെ തന്നെയാണ് ഇതിലെ അവസ്ഥ. ബാക്കിയുള്ള ആളുകളുടെയൊക്കെ ടിനു ആനന്ദായാലും നിമിഷ സജയനായാലും ശില്പ ശുക്ല ആയാലും എല്ലാവരും അങ്ങനത്തെ ഒരു വോയിസ് ആക്ടിംഗ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വിത്ത് ഫോട്ടോ പ്രസൻസ്. കാരണം മൊബൈലിനകത്ത് ഇവരുടെ ഫോട്ടോ നമ്മളെ കാണിക്കും, എന്നിട്ട് ഇവർ സംസാരിക്കുന്നതായിട്ടാണ് ഇതിനകത്തുള്ള ആക്ടിങ് വരുന്നത്. വോയിസ് ആക്ടിംഗ് ആണ് ഇവരൊക്കെ ചെയ്തിരിക്കുന്നത് വിത്ത് ഫോട്ടോ പ്രസൻസ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ സിനിമയിൽ നായകനും വില്ലനും മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ ടെൻഷൻ ബിൽഡപ്പ് ചെയ്ത് ഇങ്ങനെയാണ് ഈ സിനിമ പോകുന്നത്. ഏകദേശം 2 മണിക്കൂറും 2 കാലിനൊക്കെ പറയാം, 2 കാലില്ലെന്ന് തോന്നുന്നുണ്ട്. 2 മണിക്കൂർ എത്രയോ മിനിറ്റോ ഈ സിനിമയുള്ളൂ. ഇതിങ്ങനെ ടെൻഷൻ ബിൽഡപ്പ് ചെയ്ത് പോയി അവസാനമാണ് വില്ലൻ ആരാണെന്ന് റിവീൽ ചെയ്യുന്നത്, ആളുടെ മോട്ടീവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ആകെ കാണുന്നത് ലോക്കിലെ പോലെ തന്നെ ഇതിനകത്ത് ഒരു കാറുണ്ട്. ലോക്കിൽ നമ്മൾ ആ കാറിൻ്റെ പുറംവശം കാണുന്നില്ല, അകത്തുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമേ കാണുന്നുള്ളൂ. ഡാഷ്ബോർഡിൽ നിന്നുള്ള ഒരു ക്യാമറ വ്യൂ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇതിനകത്ത് എങ്ങനെ വെച്ചാൽ ഇടയ്ക്ക് കാറിൽ നിന്നൊക്കെ ഇറങ്ങും, കാറ് പുറമേ നിന്നൊക്കെ നമ്മളെ കാണിച്ചു തരും. ഒരു റേഞ്ച് റോവറാണ്, മോഡൽ ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്തായാലും ഒരു റേഞ്ച് റോവറാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞ കാറിൽ ഉൾപ്പെടെ 3 ക്യാരക്ടേഴ്സുകൾ, മനസ്സിലായോ? ബാക്കിയുള്ളവരൊക്കെ ഫോണിലൂടെ വരുന്ന കോൺവെർസേഷൻസാണ്. ഒരു ഡോക്ടറുണ്ട്, അങ്ങനെ കുറച്ച് പിന്നെ ഒരാളെ കൂടെ വീഡിയോ കോളിൽ കാണുന്നുണ്ട്. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ആ ഒരു സംഭവം ഈ സിനിമയിൽ കിടുവായിരുന്നു. ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഈ സോഹം ഷാൻ്റെ ക്യാരക്ടർ മറ്റേ സീനാണ്, കല്യാണം പാലുകാച്ചൽ എന്ന് പറഞ്ഞ പോലെ 3 വ്യത്യസ്ത ഫോൺ കോളിൽ 3 വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടി സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡോക്ടറിൻ്റെ അവസ്ഥ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത് വേറെ ലെവല്. ഈ സിനിമയിലെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പോർഷനായിരുന്നു. ഞാൻ പറയാം, അത് കിടുവായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം 3 ഡിഫറൻറ്റ് ആൾക്കാരോട് സംസാരിച്ച് അവർക്കുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കേണ്ട ഡോക്ടറിൻ്റെ അവസ്ഥ, അത് എൻ്റെ പണി. അതായത് ഡോക്ടർ ഈസ് ഓൾവേസ് എ ഡോക്ടർ. ഒരു നല്ലൊരു ഡോക്ടർ ഉറക്കത്തിൽ പോലും ഒരു മരുന്നിൻ്റെ പേര് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സാധനം. അത്രയും ടെൻഷനും അത്രയും ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷനിൽ ആകെ സ്ട്രെസ്ഡ് ഔട്ടായിരിക്കുന്ന ഒരു ഡോക്ടർ മറ്റൊരാളോട് പറയുകയാണ് കാം ഡൗൺ. അയ്യോ, അത് കിടില സീനായിരുന്നില്ല. അത് ആ പ്രൊഫഷണലിസം കിടുവായിട്ട് ഒരു ഡോക്ടറിൻ്റെ, ഒരു ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള, ഒരു നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല ഡോക്ടറിൻ്റെ, പ്രൊഫഷണലി ഒരു ഡോക്ടറിൻ്റെ ഒരു സംഭവം കാണിച്ചു തരുന്നു. അത് കിട്ടില്ലായിരുന്നു. ഈ സിനിമയുടെ ബെസ്റ്റ് സീൻ അതായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എൻഡ് ചെയ്യാൻ നേരത്ത് വില്ലനെയൊക്കെ കാണിക്കുമ്പോൾ, വില്ലൻ്റെ മോട്ടീവ് കാണിക്കുമ്പോഴല്ല, ഞാനിങ്ങനെ ഇത്രയും ബിൽഡപ്പ് ഇട്ടത്, ഇത്രയും സംഭവം വന്നത് ഇതിനായിരുന്നോ എന്നുള്ള ഒരു ഫീലായിരുന്നു എനിക്ക്. പക്ഷേ ആ ഒരു റീസൺ ഒരു കിടിലം മെസ്സേജ് നൽകുന്നുണ്ട്. അത് നമുക്ക് തീർത്തും തള്ളിക്കളയാനും പറ്റില്ല. എസ്പെഷ്യലി എനിക്ക് ഒട്ടും പറ്റില്ല. കാരണം എൻ്റെ ജീവിതത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ക്യാരക്ടറിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ എന്താ പറയുക, അതെന്തെങ്കിലും പറയാൻ പോയ സ്പോയിലർ ആവുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സിനിമയുടെ എൻഡിങ് ആണ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത്. കാരണം ഞാൻ മനസ്സിൽ കണ്ടത് വേറെ ലെവൽ ഒരു സാധനമാണ്. പക്ഷേ ഞാൻ മനസ്സിൽ കണ്ട ലെവലിലേക്ക് ഈ സംഭവം വന്നില്ല എന്നുള്ള അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് അല്ല എനിക്ക് കിട്ടിയത്. പക്ഷേ ഈ ട്വിസ്റ്റ് കമൻറ്റബിളാണ്, വളരെ യുണീക്കാണ്. ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള ഒരു തരം ട്വിസ്റ്റാണെന്ന് പറയാം. ഞാൻ ഒരു സിനിമയിലും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത ട്വിസ്റ്റ് വന്നില്ല എന്നുള്ള അതങ്ങനെ പറയാൻ എനിക്ക് പറ്റുന്നുള്ളൂ. കാരണം തീർത്തും ഈ സിനിമയുടെ എൻഡിങ് കൊള്ളൂലായിരുന്നു, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് അത്രയും കിടിലിനൊരു മെസ്സേജ് ഉണ്ട് അതിനകത്ത്. ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് എനിബഡി എന്നുള്ളൊരു കിടില മെസ്സേജ് ഉണ്ട്. അത് സൂപ്പറായിരുന്നു. പക്ഷേ ഈ ഒരു ക്യാരക്ടറാണ് വില്ലൻ. ഇതായിരുന്നു മോട്ടീവ് എന്ന് കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു, അതെങ്ങനെ സംഭവിച്ചു, ഒരുപാട് ലോജിക്കൽ മിസ്റ്റേക്സ് ഉള്ള പോലെ ഇങ്ങനെ ഫീൽ ആവുകയാണ്. ഞാൻ തിരിഞ്ഞ് നിന്ന് ആലോചിച്ചിട്ട് അതൊന്നിനും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ അത് സ്ക്രിപ്റ്റിലുള്ള
ഒരു ലൂപ്പ് ഹോളൊക്കെ പോലെ, അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ചില സിനിമകളിൽ നമുക്ക് ലൂപ്പ് ഹോൾ തപ്പാനുള്ള ഗ്യാപ്പ് വരില്ല, നമ്മൾ അത്രയും കിളി പറഞ്ഞിരിക്കും. ഇതിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വില്ലനായതുകൊണ്ട്, ഇങ്ങനൊരു മോട്ടീവ് ആയതുകൊണ്ട് എനിക്ക് ചിന്തിക്കാതെ നിവർത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ചിന്തിച്ച് നോക്കിയിട്ട് പലയിടങ്ങളിലും എനിക്ക് ഉത്തരങ്ങൾ കിട്ടുന്നില്ല. അതുകൊണ്ട് ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ എൻഡിങ്. പക്ഷേ ഇറ്റ് ഗിവ്സ് ഔട്ട് എ ഗ്രേറ്റ് മെസ്സേജ്. അതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് കിഡു അൺടിൽ ദ എൻഡിങ്. ആ എൻഡിങ് സംഭവം എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് വന്നില്ല. ചിലപ്പോൾ ചിലവർക്ക് ഇത് ഭയങ്കര എൻഡിങ് ആയിട്ടൊക്കെ തോന്നും, ആ മെസ്സേജ് അത്ര സ്ട്രോങ് ആയതുകൊണ്ട്. പക്ഷേ എനിക്കും ആ മെസ്സേജ് സ്ട്രോങ് ആയിട്ട് തന്നെ തോന്നി. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ത്രില്ലർ, അല്ലെങ്കിൽ ഇത്രയും സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സിനിമയുടെ എൻഡിങ് ഇങ്ങനെയല്ല ആവേണ്ടതെന്നാണ് എനിക്കൊരു ഫീൽ ആയത്. എന്നോ എനിക്കതങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ആയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ദിസ് വാസ് എ ഗുഡ് മൂവി. പിന്നെ ചില ഇടങ്ങളിൽ എനിക്കറിയില്ല, ചില ഇടങ്ങളിൽ ലാക്ക് ഓഫ് ബഡ്ജറ്റിൻ്റെ ആണോ അല്ലെങ്കിൽ അത് അങ്ങനത്തെ രീതിയിൽ എടുത്തു വച്ചിരിക്കുന്നതിൻ്റെ ആണോ എന്നറിയില്ല, ചിലയിടങ്ങളിലൊക്കെ എന്തോ ഒരു ക്വാളിറ്റി കുറവ് ഫീൽ ചെയ്ത്. എന്നാൽ ചിലയിടങ്ങൾ കിടുവായിരുന്നു. ഡെഫിനറ്റ്ലി സ്റ്റാർ ഓഫ് ദ ഷോ സോഹം ഷാ ആണ്. പുള്ളി തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് തുമ്പാഡ് ഇസ് ലൈക്ക് സംതിങ് എൽസ്. അത് ഓൾറെഡി ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളി അതിൻ്റെ മുകളിൽ ഇനി എന്തെങ്കിലും ചെയ്താലേ എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നുള്ളൂ. ഡെഫിനറ്റ്ലി അതുകൊണ്ട് തന്നെ ഐ ആം വെയിറ്റിംഗ് ഫോർ ദിസ്. തുമ്പാഡ് 2 ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. തുമ്പാട് റിലീസ് കാണാൻ പോയപ്പോൾ എൻഡിങ്ങിൽ കാണിച്ച ഒരു കാര്യമായിരുന്നു. അത് ഓൾറെഡി യൂട്യൂബ് ചാനൽസിൽ അവരുടെ ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് മൂവി. ഇതാണ് എനിക്ക് കാണേണ്ടത്. ഒരു അത്ര എപ്പിക്കായിട്ടുള്ള ഒരു സിനിമയുടെ ഒരു സീക്വൽ എടുക്കുമ്പോൾ ഇവരെന്താണ് ഇനി ചെയ്യാൻ പോകണമെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം മറ്റേതൊരു കിണ്ണം കാച്ചി എൻഡിങ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും അവർ കണ്ടിന്യൂ ചെയ്യുമോ, അല്ലെങ്കിൽ ഇതൊരു സ്പിൻ ഓഫ് ആണോ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടേക്ക് ആണോ, റീബൂട്ടാണോ, എന്താണെന്നൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു തുമ്പാഡ് 2 ഫ്രം സോഹം ഷാ. അതാണ് എനിക്ക് കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു സിനിമ. ഈ സിനിമ ഔട്ട് ഓഫ് നോവെയർ പെട്ടെന്ന് വന്നതാണ്. ഞാൻ തുമ്പാഡ് 2 ഫോളോ ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സിനിമ പുള്ളി അഭിനയിച്ചതോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ട്രെയിലർ കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനോട് നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ഒരു ഫീല് എനിക്ക് തോന്നി എങ്ങനെയൊക്കെയോ. അതുകൊണ്ടാണ് ഞാൻ അത് കാണാൻ പോയത്. ആ മിനിമം ഗ്യാരണ്ടിയൊക്കെ കിട്ടി, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എൻഡിങ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഡെഫിനറ്റ്ലി ഗിവ്സ് ഔട്ട് എ ഗ്രേറ്റ് മെസ്സേജ്. വളരെ യുണീക്കായിട്ടുള്ള ഒരു സംഭവം. പക്ഷേ വില്ലൻ ഞാൻ പറയാം, എനിക്ക് എന്തോ എനിക്ക് കുറേ ലോജിക്കൽ ഇഷ്യൂസ് തോന്നി. എസ്പെഷ്യലി എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് എൻ്റെ ഹോൾ ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ എനിക്കറിയാം. അതാണ്. അപ്പോൾ എനിവേസ്, എന്തായാലും നിങ്ങൾ ഈ സിനിമ കാണുക, തിയേറ്ററിൽ പോയി കാണുക. ഇത് ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ്. എൻഡിങ് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി എ ഗുഡ് വാച്ച്. ഇതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സിനിമ കണ്ടവരാണെങ്കിൽ സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാതെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. കുറേ പേർക്ക് ഇങ്ങനെ വെമ്പും പറയാം, പക്ഷെ പറയരുത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പോയിടേ. ഇതൊരു ആഫ്റ്റർ ഓൾ ഇത് ഇസ് എ സസ്പെൻസ് മൂവി. അപ്പോൾ വില്ലൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. അങ്ങനെ ഈവൻ അങ്ങനെ പറയുന്നതിലും എനിക്ക് വേറെ കുറേ എതിർപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു കോൺവെർസേഷൻ എനിക്കിവിടെ പറയാൻ പറ്റില്ല. ആ ഒരു ഡിസ്കഷൻ പറഞ്ഞാൽ തന്നെ സ്പോയിലർ ആവുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനുള്ള. നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. എന്തായാലും നിമിഷ സജയൻ ഇസ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഗുഡ് റോൾസ് ഈവൻ ഇൻ ബോളിവുഡ്. എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ നിമിഷയുടെ വേറൊരു മൂവി വന്നിട്ടുണ്ടെന്ന് എന്നോട് അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കരീനയൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നു. എന്തായാലും എന്തോ ഡ്രഗ് ഡീൽ നടത്തുന്ന സെറ്റപ്പ് എന്തോ ഒരു സാധനമാണ്. നമ്മുടെ കോലമാവ് കോകിലയൊക്കെ പോലത്തെ എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കണ്ടു നോക്കാം. എന്തായാലും നിമിഷ സജയൻ നല്ല രീതിയിൽ ഇപ്പോൾ നല്ല കാസ്റ്റിങ്സൊക്കെ കിട്ടിയിട്ട് നല്ല ഉയരങ്ങളിലേക്ക് പോകുന്നു. അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അടിപൊളി ആക്ട്രസ്സാണ്. എന്തായാലും ഇതിനകത്ത് നിങ്ങളുടെ വോയിസ് പ്രസൻസ് അടിപൊളിയായിരുന്നു. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിമിഷ ഗുഡ് വർക്ക്. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ടിനുവാനന്ദ് ഇവരെല്ലാവരും അവരൊക്കെ സൂപ്പറായിട്ട് അഭിനയിക്കുന്നവരാണ്. പിന്നെ നിങ്ങൾ BA പാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ശില്പ ശുക്ലയുടെ ഒരു ലെവൽ ഓഫ് ആക്ടിങ് ഓൾറെഡി നമ്മൾ ഇതിലും കണ്ടിട്ടുണ്ട്, നമ്മുടെ ചക്തയിലും കണ്ടിട്ടുണ്ട് പുള്ളിക്കാരിയെ. എനിവേസ്, ഇതായിരുന്നു എൻ്റെ ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.
ഇപ്പോൾ രാത്രിയായി 2 മണിയായി. ഇനി ഞാൻ പോയി ഉറങ്ങട്ടെ. ടാറ്റ.